എന്നത് നിങ്ങൾ ഈ കഴിവ് തിരിച്ചറിഞ്ഞ മുതലാ? കഴിവ് ഓന് സംസാരിക്കാൻ തുടങ്ങിയത് ഒരു 5 വയസ്സിലാണ് ഓൻ സംസാരിക്കൽ തുടങ്ങിയത്. അതുവരെ അങ്ങനെ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഒരു 8 മാസം 9 മാസം ആകുന്ന സമയത്ത് ഞാൻ ഖുർആനിൽ ഒരു ഖിറാത്തുകൾ ഇങ്ങനെ കേൾപ്പിക്കായിരുന്നു. സുഹൃത്തുക്കൾ, ഇന്ന് ശരിക്കും ഒരു അത്ഭുത പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണ്. അഫിൻ ഹാദി എന്ന പേര്. 10 വയസ്സായിട്ടുള്ളൂ. നമുക്കറിയാമല്ലോ, ഖുർആനൊക്കെ പിന്നെ കാണാതെ പഠിച്ച് ഹാഫിൾ ആവുക എന്ന് പറയുന്നത് ഒരുപാട് ടാസ്ക്കാണ്. അത് ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ട് എടുക്കുന്നതാണ്. പക്ഷേ അഫിൻ ഹാദി സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ വളരെ കേട്ട് അല്ലേ സാറേ, കേട്ട് മനപ്പാടാക്കി. ഖുർആൻ മാത്രമല്ല, ഒരുപാട് GK ഒക്കെ ജസ്റ്റ് കണ്ട് പറഞ്ഞു കൊടുത്താൽ മതി, സ്പോട്ടിൽ ഹാദി പറഞ്ഞുതരും. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അഫിൻ ഹാദിയുടെ പിതാവുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, ഫാമിലി. ഏതായാലും അൽഹംദുലില്ലാ അവരുടെ ഒരു സപ്പോർട്ട് വളരെ വലുതായിരിക്കും. അപ്പോൾ അഷ്റഫ് വാഫി എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ. സെറിബ്രൽ പാൾസി പറഞ്ഞ രോഗമാണ്, സ്പാസ്റ്റിക് CP. അതാണ് ആ രോഗത്തിന് എല്ലുകൾ ടൈറ്റ് ആവുന്ന അസുഖം. ഒരുപാട് എത്ര സർജറി കഴിഞ്ഞിട്ടുണ്ട്? 2 സർജറി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് കേട്ട് പഠിച്ചതാണെന്നുള്ളതാണ്. അഫിൻ ഹാദിയുടെ ഒപ്പി ഉമ്മയുണ്ട് ഇവിടെ. നിങ്ങളുടെ പേരെന്താ? ഇത് ഉമ്മയാണ് അല്ലേ? അവർ വലിയ സന്തോഷം. പിന്നെ ഇപ്പോൾ മെല്ലിൽ മഞ്ചേരി നമുക്കറിയാമല്ലോ, പിന്നെ ഒരുപാട് കൂടെ 28ഓളം രാജ്യങ്ങളിൽ സ്റ്റുഡൻസ് ഉള്ള വലിയ സ്ഥാപനമായ മെല്ല്, മഞ്ചേരിയിലെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മെല്ല് എൻ്റെ സുഹൃത്തിൻ്റെതാണ്. അഷ്റഫ് വാഫി ഉണ്ട്, പിന്നെ ബാക്കി നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. സന്തോഷം. അപ്പോൾ ഇവർ സ്വീകരണം കൊടുത്താണ് അഫിന്. അപ്പോൾ ഒരു രാജകീയ വരവേൽപ്പ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് മെല്ലിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഈ ഉസ്താദുമാരെ ഇടയിൽ വെച്ചിട്ട് അവന് വലിയൊരു അപ്രീസിയേഷൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് തന്നെ ക്ഷണിച്ചു വരുത്തി. അവരെ ഉമ്മയും ഉപ്പയൊക്കെ വളരെ ഹാപ്പിയാണ്. ഈ പ്രായത്തിൽ തന്നെ ഖുർആൻ ഇങ്ങനെ പിന്നെ ഖുർആൻ കേട്ട് മനപ്പാടാക്കി ഏത് ഭാഗവും ചോദിച്ചാൽ അറിയുന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഖുർആനില് ബിസ്മി, ഏത് കാര്യത്തിന്റെയും ബിസ്മി ഇട്ടെടുത്തു കഴിഞ്ഞാല് ആ സൂറത്ത് ഏതാന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവും. ബിസ്മി കേട്ടാ മതി. ബിസ്മി മതി. മാഷാ അല്ലാഹ്, സോഫാത്ത്. ഇനി വേറെ സൂറത്ത് കേട്ടോ, വേറെ സൂറത്ത് ബിസ്മി ഇട്ടര. ഏതാണ് സൂറത്ത് പറയണേ കേട്ടോ? മാഷാ അല്ലാഹ്, സൂറത്ത് യാസീൻ. ഇനി വേറെ സൂറത്ത് കൂടെ ഇട്ടോ. നമുക്കറിയുന്ന സൂറത്ത് മാത്രല്ല, ഏത് ഓതുല്ലേ? ശരിക്കും അത്ഭുതമാണത്. സൂറത്ത് നൂറ്
വേറെ പ്രത്യേകത പിന്നെ ഓൻ പഠിക്കുന്ന സ്കൂളിൽ കിസ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ എല്ലാവരും ഒരുമിച്ച് ഇരുത്തിയിട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതങ്ങനെ നടക്കൂല. കാരണം ഓൻ ഉത്തരം ഫസ്റ്റ് പറയും. ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വേഗം അപ്പൊ സ്പോട്ടിൽ ഓൻ പറയും. അപ്പൊ വേറെ കുട്ടികൾക്ക് കൂടി ചോദിക്കുന്നതിന് മുമ്പ് ഓന് പറയും ഉത്തരം. 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 100 മാർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താല് അങ്ങനെ കഴിവുണ്ടല്ലേ? നമ്മളെ ജനറലായിട്ടുള്ള പ്രത്യേക ക്വസ്റ്റ്യൻസും ക്യാച്ച് ചെയ്യും. പിന്നെ ഒരു സോങ് അതുപോലെ കേട്ട് കഴിഞ്ഞാല് ഓരോ പാട്ട് ഏകദേശം മൊത്തം ക്യാച്ച് ചെയ്യും. പാട്ടൊക്കെ പാടൂലേ? എത്ര വയസ്സായി? ഇപ്പോ 10 വയസ്സ്. എവിടെയാണ് പഠിപ്പിക്കുന്നത് വളാഞ്ചേരി BKM സ്പെഷ്യൽ സ്കൂൾ. അപ്പൊ അത് കേൾക്കാൻ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അത് അങ്ങനെ ശ്രദ്ധിച്ചിരിക്കും എപ്പോഴും. നമ്മൾ അവിടെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. മോനി ഖുർആൻ മാത്രം കേട്ട് അങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. പിന്നെ നമ്മള് വീട്ടില് രാത്രി മഗ്‌രിബിന് ഓതുന്ന ഡെയിലി ഓതുന്ന ഔറാദുകളും ദിക്റുകളൊക്കെ ഇല്ലേ, യാസീന്, ഫാത്തിഹ, അല്ല മുൽക്ക്, അങ്ങനത്തെ സൂറത്തുകളൊക്കെ അതൊക്കെ ഓന് ചെറുപ്പം മുതലേ നമുക്ക് ഓതി തരുമായിരുന്നു. അതുപോലെ ദിക്റുകള്, ബാത്റൂമൊക്കെ കയറുമ്പോൾ ഉമ്മാർക്കും ഉപ്പാക്കും വേണ്ടിയുള്ള ദുആകള്, അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനകള്, അതൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓന് അതൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഖുർആന് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് നമ്മൾ റമദാനിലൊക്കെ ഖത്മ് ഖുർആൻ ചെയ്യൂലേ, ആ സമയത്ത് നമ്മളെവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ആളിങ്ങനെ ഓതുന്നുണ്ടാവും. ആ ഒരു ഇതിലാണ് നമ്മൾ അത് മനസ്സിലായത്, ഓനത് ഹിഫ്ളായിട്ടുണ്ട് എന്നുള്ളത്. കേട്ട് പഠിച്ചു. ഇനി ഒരു സൂറത്ത് കൂടി ലാസ്റ്റ് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج وفصيلة وذكرى لكل عبد منيب. الكهف. ما شاء الله. നല്ല കുട്ടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ അറിയാം? മുഖ്യമന്ത്രി ഇങ്ങനെ പിന്നെ എന്ത് ഒറ്റ പ്രാവശ്യം ഒരു സംഭവം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരുപാട് ആളുകൾ 4, 5, 6 വർഷമൊക്കെ അധ്യാപകരെ മുന്നിലിരുന്ന് ഓതി പൂർണ്ണമായ സമയം സ്കൂളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരുപാട് അധ്വാനത്തിലൂടെ പഠിച്ചെടുക്കുന്നതാണ് ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത്. അത് വെറും ലിസണിങ്ങിലൂടെ കേട്ട്, എന്നാലും ഹാഫിളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പെട്ടെന്ന് പോർഷനിൽ ചോദിച്ചാൽ ഇത് ഏത് സൂറത്താണെന്നുള്ളത് ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ ലേശം സമയം എടുക്കാറുണ്ട്. ഇത് ഓൺ സ്പോട്ടിലാണ്, ഇൻസ്റ്റൻ്റായിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഓതി കേൾക്കുമ്പോഴേക്ക് മാത്രമല്ല ഭയങ്കര ഒരു സ്കില്ലായിട്ടാണ് മനസ്സിലാക്കിയത്. ഒരു ഇന്ത്യയിലൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ട്. ഏതൊക്കെ കുറച്ച് സ്റ്റേറ്റ്സ്, അതിന്റെ കുറച്ച് സ്റ്റേറ്റ്സ് പറയാം. ജമ്മു കാശ്മീർ ക്യാപിറ്റൽ ശ്രീനഗർ. പിന്നെ ഹിമാചൽ പ്രദേശ് ക്യാപിറ്റൽ സിംല. പഞ്ചാബ് ക്യാപിറ്റൽ ചണ്ഡീഗഡ്. ഹരിയാന ക്യാപിറ്റൽ ചണ്ഡീഗഡ്.